സത്യാന്വേഷികളായ വിശ്വാസികളെ, വിശ്വാസിനികൾ, സ്രഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും കൽപ്പനകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഓരോരുത്തരോടും അതീവ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബിനെ സൂക്ഷിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിക്കുകയും ചെയ്ത് നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. മനുഷ്യനെ ഏതൊരു പ്രകൃതിയിലാണോ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്, ആ പ്രകൃതത്തോട് പൂർണ്ണമായും യോജിക്കുന്നതാണ്, ആ പ്രകൃതത്തെ സംരക്ഷിക്കുന്നതുമാണ് ഇസ്ലാം എന്ന മതം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ഇസ്ലാം എന്ന മതം സ്വീകരിക്കുവാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു പറയുന്നതായി കാണാം, فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. നിന്റെ മുഖത്തെ നീ മതത്തിലേക്ക് തിരിക്കുകയും, കാരണം അല്ലാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതിയിലാണോ സൃഷ്ടിച്ചത്, ആ പ്രകൃതിയിൽ അതാണ് ശുദ്ധ പ്രകൃതി. അത് അല്ലാഹുവിൻ്റെ സൃഷ്ടി വ്യവസ്ഥ എന്നത്, ആ വ്യവസ്ഥക്ക് യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് സംവിധാനിച്ച മനുഷ്യ പ്രകൃതത്തോട് പൂർണ്ണമായും യോജിക്കുന്നതും മനുഷ്യത്വത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും വലിയ ശത്രുവായ ഇബ്ലീസിന്റെ ഏറ്റവും വലിയ ശത്രുതാ പ്രഖ്യാപനത്തിൽ അവൻ ഇങ്ങനെ പറഞ്ഞതായി കാണാം, വലആമുറന്നഹും ഫലയുഗയ്യിറന്ന ഖൽഖല്ലാഹ്. ഞാൻ അവരോട് കൽപ്പിക്കുമ്പോൾ അവർ അല്ലാഹുവിന്റെ സൃഷ്ടി പ്രകൃതി, ആ പ്രകൃതത്തെ അവർ അലങ്കോലപ്പെടുത്തുമെന്നാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പ്രകൃതത്തെ അവൻ മാറ്റിമറിക്കും. പിശാചിന്റെ ഏറ്റവും വലിയ ശ്രമങ്ങളിൽ ഒന്ന്, അത് മനുഷ്യന്റെ ഫിത്രത്തിനെ അഥവാ അവന്റെ പ്രകൃതത്തെ, അത് സ്ഥായിയായ ആ സ്വഭാവത്തെ മാറ്റിമറിക്കുക എന്നതാണ്. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം, വഇന്നി ഖലഖ്തു ഇബാദി ഹുനഫാഅ കുല്ലഹും വഇന്നഹും അതതുഹുമു ശയാതീനു ഫഅജ്താലത്ഹും അൻ ദീനിഹിം. എന്റെ അടിമകളെ മുഴുവൻ ഞാൻ സൃഷ്ടിച്ചത് നേരായ, ഏറ്റവും ഋജുവായ, ചൊവ്വയായ മട്ടിലാണ്. എന്നാൽ പിശാച് അവരുടെ അടുക്കൽ വരികയും ശരിയായ ആ പ്രകൃതത്തിൽ നിന്ന്, ശുദ്ധമായ ആ പ്രകൃതത്തിൽ നിന്ന്, ആ മതത്തിൽ നിന്ന് അവരെ തെറ്റിച്ചു കളയുകയും ചെയ്യുമെന്ന് ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം.
ഈ ഹദീസിലെ പ്രയോഗത്തിൽ ശ്രദ്ധേയമായ കാര്യം ആദ്യം പറഞ്ഞത്, എന്റെ അടിമകളെ ഞാൻ സൃഷ്ടിച്ചത് ശുദ്ധമായ പ്രകൃതത്തിലാണ്. പിന്നെ പറയുന്നത്, എന്നാൽ പിശാച് അവരെ മതത്തിൽ നിന്നും ആ ശുദ്ധമായ പ്രകൃതത്തിൽ നിന്നും തെറ്റിക്കുന്നവനാണ് എന്നാണ്. അതായത് മനുഷ്യനെ ഏതൊരു പ്രകൃതത്തിലാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അതിനോട് 100% ഇടപിടിക്കുന്നതും യോജിക്കുന്നതുമാണ് ഇസ്ലാം എന്ന മതം. ഇസ്ലാമിൽ നിന്ന് എപ്പോഴാണ് ഒരാൾ തെറ്റിപ്പോകുന്നത്, അപ്പോൾ ആ വ്യക്തി മനുഷ്യ പ്രകൃതത്തിൽ നിന്ന് തന്നെയാണ് തെറ്റിപ്പോകുന്നത്. അതുകൊണ്ടാണ് പിശാച് മനുഷ്യനെ അവന്റെ ഫിത്രത്തിൽ നിന്നും തെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനുവേണ്ടി പിശാച് ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സ്ത്രീ പുരുഷ വ്യത്യാസത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള ആഹ്വാനം ചെയ്യുക എന്നത്. സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതാക്കി സ്ത്രീയെ പുരുഷനെ പോലെ ആക്കുക എന്നതാണ് ഇരുട്ടിന്റെ ശക്തികൾ ഇന്ന് ഏറ്റവും വലിയ ഒരു പ്രബോധന വിഷയമാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വേദഗ്രന്ഥത്തിലൂടെ പറഞ്ഞതായി കാണാം, വലൈസ ദക്കറു കൽ ഉൻസ, ആണൊരിക്കലും പെണ്ണിനെ പോലെയില്ല. വഅന്നഹു ഖലഖ സൗജൈനി ദക്കറ വൽ ഉൻസ, ആൺ പെൺ എന്നീ രണ്ട് ഇണകളായിട്ടാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആണിന് ഇണയല്ലെന്നും പെണ്ണ് പെണ്ണിന് ഇണയല്ലെന്നും ആണും പെണ്ണും തമ്മിലാണ് ഇണയൻ എന്നും അതല്ലാത്തതൊന്നും അല്ലാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥയിൽ ഇല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നത്. അല്ലാഹു പറയുന്നു, ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. നിങ്ങൾക്ക് സമാധാനപൂർവ്വം ഒത്തുചേരേണ്ടതിനു വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാവുകയും ചെയ്യാൻ വേണ്ടി, അതിലൂടെ നിങ്ങൾക്ക് കാരുണ്യമുണ്ടാകും, സ്നേഹമുണ്ടാകും. അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇതെല്ലാം ഒരു സ്ത്രീയും പുരുഷനും ഇണയാകുമ്പോൾ മാത്രമാണ് ഉണ്ടാവുക. അല്ലാത്തതെല്ലാം കേവലം പൈശാചികമായ വികാരങ്ങൾ മാത്രമാണ്. സമൂഹത്തിനത് യാതൊരു ഗുണവും ചെയ്യുകയില്ല. മാത്രമല്ല, ഇണകളായി സൃഷ്ടിച്ചതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളായി ആ ലക്ഷ്യങ്ങളിൽ ഒന്ന് നമ്മളിൽ നിലനിൽക്കുന്ന നമ്മുടെ തലമുറകൾ ഉണ്ടായി വരണം എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജൻ മിനൽ അൻആമി അസ്വാജൻ യദറൂകും ഫീ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വർഗത്തിൽ നിന്ന് തന്നെ അവൻ ഇണകളെ ഉണ്ടാക്കി തന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അതിലൂടെ നിങ്ങളുടെ സൃഷ്ടിപ്പ് അവൻ വർദ്ധിപ്പിക്കുന്നു എന്നാണ്. അടുത്ത തലമുറയുണ്ടായി വരണം. ആണും കല്യാണം കഴിച്ചാൽ തലമുറകൾ ഉണ്ടാവുകയില്ല. പെണ്ണും കല്യാണം കഴിച്ചാൽ തലമുറകൾ ഉണ്ടാവുകയില്ല. ആണും പെണ്ണും ഇണകളായി വരുമ്പോൾ മാത്രമാണ് ആ തലമുറ ഉണ്ടായി വരികയുള്ളൂ എന്നതാണ് അതിന്റെ ലക്ഷ്യമായി. ആ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിശാച് മനുഷ്യർക്കിടയിൽ വലിയ ശ്രമങ്ങൾ അവൻ നടത്തിക്കൊണ്ടേയിരിക്കും. ശുദ്ധമായ ആ പ്രകൃതത്തിൽ നിന്ന് തെറ്റിച്ചു കളയാൻ വേണ്ടി അവൻ മനുഷ്യർക്കിടയിൽ വലിയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ശുദ്ധമായ ആ പ്രകൃതത്തിൽ ആയിരുന്ന ആദ്യത്തെ തലമുറയെ
പിശാചിന് വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് വന്ന ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹം, ആ സമൂഹത്തിലാണ്, അതുമുതലാണ് സ്ത്രീ സ്ത്രീയെയും പുരുഷൻ പുരുഷനെയും ഇണയായി സ്വീകരിക്കുന്ന ഒരു സ്വഭാവം ഉടലെടുത്തത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതായി കാണാം. വലൂത ഇദ് ഖാല ലിഖൗമിഹി അതഅ്തൂനൽ ഫവാഹിശത മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. ലൂത്തിനെയും നാം അയച്ചു. അദ്ദേഹം തന്റെ ജനതയോട്, നിങ്ങൾക്ക് മുമ്പ് ലോകരിൽ ഒരാളും തന്നെ ചെയ്തിട്ടില്ലാത്ത ഈ നീചവൃത്തിക്ക് നിങ്ങൾ, ആ നീചവൃത്തിയിലേക്ക് നിങ്ങൾ ചെല്ലുകയോ എന്ന് പറഞ്ഞ സന്ദർഭം ഓർക്കുക എന്നാണ്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മുമ്പുള്ള തലമുറകളിൽ ഇത്തരത്തിലുള്ള നീചമായ വൃത്തികേട് നിലനിന്നിട്ടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് ചോദിക്കുകയുണ്ടായി, ഇന്നകും ലതഅ്തൂന റിജല ശഹവതൻ മിൻ ദൂനി നിസാ ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ. സ്ത്രീകളെ വിട്ട് പുരുഷന്മാരുടെ അടുത്ത് തന്നെ നിങ്ങൾ കാമവികാരത്തോടെ ചെല്ലുകയാണോ? അല്ല, നിങ്ങൾ അതിനെ വിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജനതയാകുന്നു എന്നാണ് അദ്ദേഹം അവരെ കുറിച്ച് പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മുൻ സമൂഹങ്ങൾക്ക് പരിചയമില്ലാത്ത ആ നീചവൃത്തിക്ക് ആരംഭം കുറിച്ച ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചത് എങ്ങനെയാണ്? ശക്തമായ ഭൂകമ്പമുണ്ടായി. അതോടൊപ്പം അല്ലാഹു അവരെ ആകാശത്തേക്ക് ഉയർത്തുകയുണ്ടായി. പിന്നീട് അവരെ കീഴ്മേൽ മറിച്ചു കളയുകയും അതിനുശേഷം വലിയ തീമഴ അവരുടെ മേൽ അല്ലാഹു വർഷിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ സമൂഹത്തെ അല്ലാഹു വേരോടെ നശിപ്പിച്ചു കളഞ്ഞു എന്നതാണ്. കാരണം അല്ലാഹു നിശ്ചയിച്ച ആ ഫിത്രത്തിൽ നിന്ന്, ആ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് മാറ്റം വരുത്തിയത് കൊണ്ട്, അങ്ങനെ മാറ്റം വരുത്തുന്ന പ്രവർത്തനമാണ് അവർ ചെയ്തത്. അതുകൊണ്ട് വലിയ ശിക്ഷയാണ് അവർക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത് എന്നത് അതൊരു പാഠമാണ്. പിശാചിന്റെ സൈന്യങ്ങൾ നാനാഭാഗങ്ങളിൽ നിന്നും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതാക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. ആദ്യം പുരുഷനെ പോലെ സ്ത്രീകൾക്കും അവകാശങ്ങൾ വേണമെന്ന് പറയുന്ന ഫെമിനിസ്റ്റുകൾ ഉണ്ടാവുകയും അങ്ങനെ പിന്നീട് അത് ഒന്നുകൂടി മുന്നോട്ട് പോയി സ്ത്രീയും പുരുഷനും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, വസ്ത്രത്തിലും സ്വഭാവത്തിലും മറ്റുമൊക്കെ അവർക്ക് ഒരേ രീതിയിൽ സ്വീകരിക്കാമെന്ന് പറയുന്ന ജെൻഡർ ന്യൂട്രാലിറ്റി എത്തി. പിന്നീട് ഇപ്പോൾ അത് സ്ത്രീക്ക് സ്ത്രീയെയും പുരുഷന് പുരുഷനെയും കല്യാണം കഴിക്കാമെന്നൊരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന സ്ഥിതിവിശേഷത്തിലാണ് നമ്മൾ ഉള്ളത്. അവിടെയാണ് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വളരെ വ്യക്തമായ സംരക്ഷണവും നിയമങ്ങളും നൽകിയിട്ടുള്ളവർക്ക്. ഇത്തരത്തിലുള്ള പ്രവണതകൾ, ആ പ്രവണതയിലേക്ക് നയിക്കുന്ന മാർഗങ്ങളെ പോലും, ആ വഴികളെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടച്ചു കളഞ്ഞിട്ടുണ്ട്. അല്ലാഹു റസൂൽ പറഞ്ഞു, عن ابن عباس رضي الله عنهما قال لعن رسول الله صلى الله عليه وسلم المتشبهين من الرجال بالنساء والمتشبهات من النساء بالرجال. സ്ത്രീകളോട് സാദൃശ്യരാകുന്ന പുരുഷന്മാരെയും പുരുഷന്മാരോട് സാദൃശ്യരാകുന്ന സ്ത്രീകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്നാണ്. പുരുഷന്റെ വേഷം കെട്ടുന്ന സ്ത്രീകൾ, സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാർ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെയാകുന്ന മുടിവെട്ടുന്ന ഹെയർ സ്റ്റൈലുകളിൽ, നടത്തത്തിൽ, വേഷവിധാനങ്ങളിൽ എല്ലാത്തിലും പുരുഷന്മാരെ പോലെ അനുകരിക്കുന്ന സ്ത്രീകൾ, സ്ത്രീകളെ പോലെ അനുകരിക്കുന്ന പുരുഷന്മാർ, അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ശപിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. കേവലം ബാഹ്യമായ വസ്ത്രദാന രീതിയിലും സ്വഭാവത്തിലുമുള്ള സാദൃശ്യപ്പെടലാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് എങ്കിൽ പുരുഷന്റെ വേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീയുടെ വേഷം ധരിക്കുന്ന പുരുഷനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചതായി മറ്റൊരു ഹദീസിൽ കാണാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുലു യൽബസു ലിബ്സത്തൽ മർഅതി വൽ മർഅത തൽബസു ലിബ്സത്തൽ റിജൽ. സ്ത്രീയുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷനെയും പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം വഹ്യ, അല്ലാഹുവിൽ നിന്നുള്ള വഹ്യ മുഖേനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചിട്ടുള്ളത്. ബാഹ്യമായ രീതികളിലും ചേഷ്ടകളിലും വസ്ത്രദാനത്തിലും ഇങ്ങനെയുള്ള സാദൃശ്യപ്പെടൽ അത് വലിയ ശാപത്തിന് കാരണമായി തീരുമെങ്കിൽ അവിടെ നിന്നെല്ലാം കാര്യങ്ങൾ കൈവിട്ടു പോയി മുന്നോട്ട് പോയി ലൈംഗികാവയവങ്ങൾ വരെ മാറ്റിവെച്ച് ശാരീരികമായി തന്നെ ഒരു പുരുഷൻ സ്ത്രീയായി മാറുകയും സ്ത്രീ പുരുഷനായി മാറുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. ഭയാനകമായ അവസ്ഥയിലൂടെയാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ കാലഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ നിന്ന് സമൂഹത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ട വളരെ വലിയൊരു ഉത്തരവാദിത്വം ശുദ്ധ പ്രകൃതത്തിന്റെ മതമായ ഇസ്ലാമിന്റെ അനുയായികൾക്ക്, ആ അനുയായികൾ എന്ന് പറയുന്ന നമുക്കതിന് ബാധ്യതയുണ്ട്. നമ്മൾ ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടവരാണ്. ആരെങ്കിലും ഒന്ന് രണ്ടാളുകൾ സമൂഹത്തിൽ കുറച്ചാളുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവരങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു മിണ്ടാതിരിക്കേണ്ടവരല്ല നമ്മൾ. ഇന്ന് നമ്മുടെ വീടിന്റെ അടുക്കളയിൽ വരെ എത്തി നിൽക്കുന്ന ഭീതിജലമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു റസൂൽ ഹദീസിൽ കാണാം, قال أنس بن مالك رضي الله عنه قال رسول الله صلى الله عليه وسلم إذا استحلت أمتي ستا فعليهم دمار إذا ظهر فيهم. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അല്ലാഹു റസൂൽ പറയാണ്, എന്റെ ഉമ്മത്ത്, എന്റെ സമൂഹം 6 കാര്യങ്ങളെ നിയമവിധേയമാക്കിയാൽ ആ സമൂഹം നശിക്കും. 6 കാര്യങ്ങൾ. എന്നിട്ട് അതിലൊന്ന് അല്ലാഹു റസൂൽ പറഞ്ഞത്, പുരുഷൻ എനിക്ക് മറ്റൊരു പുരുഷനെ മതിയെന്നും സ്ത്രീ എനിക്കൊരു മറ്റൊരു സ്ത്രീയെ മതിയെന്നും പറയലാണ്. എന്ന് പറഞ്ഞാൽ പുരുഷൻ പുരുഷനെ കല്യാണം കഴിക്കുകയും സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്ന, എനിക്ക് സ്ത്രീയെ തന്നെ മതിയെന്ന് സ്ത്രീ പറയുക, എനിക്ക് പുരുഷനെ തന്നെ മതിയെന്ന് പുരുഷൻ പറയുക, ഇങ്ങനെയുള്ള അവസ്ഥ വരികയും അതൊരു നിയമവിധേയമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സമൂഹം നശിക്കുമെന്നാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയിട്ടുള്ളത്. അങ്ങനെ ഒരു കാലഘട്ടം വരികയും സമൂഹം അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്താൽ ആ സമൂഹം നശിച്ചത് തന്നെയാണ് എന്നാണ് അല്ലാഹുവിന്റെ തിരുദൂതർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന മുന്നറിയിപ്പ്. അതാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയ ഭയാനകമായ ആ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ അതിന്റെ തുടക്കത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് എന്ന ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം. അത് നമ്മൾ മനസ്സിലാക്കണം. LGBTQ+ എന്ന് പറയുന്ന എന്ന പേരിൽ ഇന്ന് ലൈംഗികമായ അരാജകത്വങ്ങളെ നിയമവൽക്കരിക്കുകയോ അല്ലെങ്കിൽ മനോഹരമാക്കി അവതരിപ്പിക്കുകയോ ചെയ്യുന്ന
ഒരു സാഹചര്യമാണ് ഉള്ളത്. കണ്ണിന് കുളിർമയും മനസ്സിന് ആനന്ദവും നൽകുന്ന മഴവില്ലി എന്ന മനോഹരമായ കാഴ്ചയെ പോലും ലൈംഗിക വൃത്തികേടിന്റെ മറ്റൊരു അടയാളമാക്കി അവതരിപ്പിക്കുന്ന തരത്തിലുള്ള ആ തലതിരിഞ്ഞ ഒരു സമൂഹം. അവിടെ നമ്മൾ നമ്മുടെ മക്കളെ നമുക്ക് സംരക്ഷിച്ചേ മതിയാവും. സ്കൂളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ക്യാമ്പസുകളിലൊക്കെ അവസ്ഥകൾ എന്താണ്? ഇതേ ചിന്താഗതിക്കാരാണ് നമ്മുടെ മക്കൾ വളർന്നു വരുന്ന ക്യാമ്പസുകളിലൂടെ, ചാനലുകളിലൂടെ, ഗെയിമുകളിലൂടെ, മറ്റു പ്രോഗ്രാമുകളിലൂടെ, സീരിയലുകളിലൂടെ, PTS, അതുപോലെ ബിഗ് ബോസ് പോലെയുള്ള ഇങ്ങനെയൊക്കെ പേരുകൾ അറിയപ്പെടുന്ന ധാരാളം പ്രോഗ്രാമുകളിലൂടെ നമ്മുടെ വീടുകളിലേക്ക് സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ വഴി നിഷ്കളങ്കരായ നമ്മുടെ മക്കളിലേക്ക് ഇത്തരം തോന്നിവാസങ്ങൾ കയറി വരുന്നതിനെ അതീവ ജാഗ്രത പാലിക്കുക എന്നത് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ്. ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ നിന്ന് ആ മഴവെള്ളപ്പാച്ചിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ലഭിക്കുന്ന ഒരു പിടിവള്ളി, ആ പിടിവള്ളിയിൽ എങ്ങനെയാണോ നമ്മൾ ഓരോരുത്തരും മുറുകെ പിടിക്കുന്നത്, എന്നാൽ അതിനേക്കാളും മുറുകെ പിടിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന ആ ബോധത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തെ കാണുകയും നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും ഉത്ബുദ്ധരാക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അത്തരം തിന്മകളിൽ നിന്ന് ജാഗ്രത പാലിക്കണം. കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ലെസ്ബിയൻ കപ്പിൾസുമായി ബന്ധപ്പെട്ട് ഉള്ള വാർത്തകൾക്ക് താഴെ വലിയ സപ്പോർട്ടിങ്ങും ലൈക്കടിക്കുവാനും ആശംസകൾ അർപ്പിക്കുവാനും ഒക്കെയുള്ള തിരക്കാണ് ഒരു വിഭാഗം മുസ്ലിം നാമധാരികളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. പല ആളുകളും പറയുന്നത് എന്താണ്? അയ്യോ പാവം, അവരങ്ങനെ ജീവിച്ചോട്ടെ, നമുക്കെന്താണ് പ്രശ്നം, അവർ ഒന്നിക്കട്ടെ, ആർക്കും ഒരു ഉപദ്രവങ്ങളൊന്നുമില്ലല്ലോ എന്നിങ്ങനെയുള്ള കമന്റുകളാണ് ആ കമന്റ് ഇടുന്ന മുസ്ലിങ്ങളായ മാപ്പിളമാരായ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പലരും പറയുന്നത് ഞാൻ ഒരു തീർ മനുഷ്യനാണ്, ഞാൻ ലെസ്ബിയനാണ്, ഞാൻ ഗേയാണ്, ഞാൻ സ്വർഗഭോഗിയാണ്, ഞങ്ങൾ സ്വർഗ ദമ്പതികളാണ്, LGBT ആണ് എന്നിങ്ങനെ പറയുന്ന ആളുകൾ മറ്റുള്ളവരെ അധികം അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ആളുകൾക്ക് ലൈക്കുകൾ അടിക്കുന്ന ആളുകൾ, സപ്പോർട്ടിങ് കൊടുക്കുന്ന ആളുകൾ, ആ സപ്പോർട്ടർമാരിൽ ലൈക്കടിക്കുന്നവരിൽ മുസ്ലിങ്ങളായ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടെന്നതാണ് ഏറെ അത്ഭുതകരമായ. സ്വർഗരതിയെ എതിർക്കുന്നവർ അവർ പഴഞ്ചന്മാരാണെന്നും അവർക്ക് ലോകം തിരിയാത്തവരാണ് എന്നും 6-ാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കിട്ടാത്തവരാണ് എന്നും അവർ മത തീവ്രവാദികളാണ് എന്നുമുള്ള പൊതുബോധത്തിന് അഡിക്റ്റായി സ്വർഗരതിക്കെതിരെയുള്ള പോസ്റ്റുകളിൽ ലൈക്കടിക്കാൻ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അതിനെതിരെ പറയുന്ന ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ, അതിനെ ലൈക്കടിക്കാൻ ഭയപ്പെടുന്ന ആളുകൾ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ലൈക്കടിച്ചാൽ, അല്ലെങ്കിൽ അതിനെതിരെ അഭിപ്രായം പറഞ്ഞാൽ അവർ പുരോഗമനവാദിയല്ലെന്നും അവർ പിന്തിരിപ്പനാണ് എന്നും ജനങ്ങൾ കരുതുമോ എന്ന് ഉള്ളൊരു ഭയം. ഈ പച്ചയായ തോന്നിവാസത്തെ എതിർക്കുന്നവർക്കെതിരെ ഹോമോഫോബിയ എന്നൊരു
ശാപമുത്തലും അതിനിടയിൽ നടക്കുന്നു. പരിശുദ്ധ ഖുർആൻ ഇത്തരം തോന്നിവാസങ്ങളെ കുറിച്ച് പറഞ്ഞതായി കാണാം. അല്ലാഹു പറഞ്ഞതായി കാണാം, ദുർവൃത്തിയാണ് ഇത്, ദുർവൃത്തിയാണ് എന്നും നീചവൃത്തിയാണ് എന്നും ചെമ്മാടിത്തരമാണ് എന്നും ഖുർആൻ പറഞ്ഞ ലൂത്തിന്റെ സമൂഹം, ആ സമുദായം ചെയ്ത തിന്മയാണ് എന്റെ ജനതയിൽ ഞാൻ ഏറ്റവും പേടിക്കുന്നതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് ചെയ്ത, ഒരു നാടും ഒരു സമൂഹവും ഒരു നാഗരികതയും നശിപ്പിക്കപ്പെടാൻ, അവരെ തുടച്ചു നീക്കപ്പെടുവാൻ കാരണമായ മഹാവിപത്താണ് ഈ സവർഗരതി എന്ന ഈ പാപം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം തമ്മാടിത്തരങ്ങളെ കുറിച്ച് പറഞ്ഞത് തിന്മ പ്രവർത്തിക്കുന്നവരെന്നാണ്, പാപികളെന്നാണ്, അക്രമികളെന്നാണ്, ദുർനടപ്പുകാരായ ചീത്ത മനുഷ്യരാണ് എന്നാണ്, അവിവേകികളെന്നും അതിക്രമകാരികളെന്നുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നാശകാരികളായ ആളുകൾ, അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്ന് ഇങ്ങനെയൊക്കെ പരിശുദ്ധ ഖുർആനിൽ അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അത് കുറ്റകൃത്യവും പ്രകൃതി വിരുദ്ധവും മാനവിക വിരുദ്ധവും വൈകൃതവും സമൂഹം തിന്മയാണെന്നും ഉറക്കെ പറയാൻ എന്തിനാണ്, ആരെയാണ് നമ്മൾ ഭയപ്പെടുന്നത്? ഒരു കാലത്ത് സമൂഹം വെറുത്ത പോലെ ഇത്തരം പ്രവർത്തനങ്ങളെ വെറുപ്പോടെയാണ് കണ്ടിരുന്നത്, അറപ്പോടെയായിരുന്നു കണ്ടിരുന്നത്. ഈ സ്വവർഗരതിയെ, ഈ സ്വവർഗഭോഗികളെയും ആ സ്വവർഗഭോഗികളെ അല്ലെങ്കിൽ ആ സ്വവർഗരതിയെ നോർമലൈസ് ചെയ്യുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന, അതിനെ വെള്ളപൂശുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ജാഗ്രതരായി നിൽക്കേണ്ടതുണ്ട്. ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെന്റിന്റെ ചെലവിലൂടെ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ചെലവിലൂടെ അതിനെ ന്യായീകരിക്കുകയും അത് എന്താണ് തെറ്റുള്ളത് എന്ന് പറയുന്ന ആളുകൾ ക്യാമ്പസുകളിൽ വളർന്നു വരുന്നു. അതിനെതിരെ മൗനം പാലിക്കുന്നതും അവർക്ക് വേണ്ടിയുള്ള ചാരപ്പണിയെടുക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണാൻ സാധിക്കും. ഇവിടെയാണ് സ്വവർഗരതിക്കെതിരെയുള്ള ശബ്ദം അത് നേർത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. എനിക്ക് ഇനി കുറച്ചു കഴിഞ്ഞാൽ ഇത് തിന്മയല്ല എന്ന് പറയുന്ന ആളുകൾ വരെ ഉണ്ടാകും. ഇപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് എങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ ഇത് തിന്മ പോലുമല്ല എന്ന് പറയുന്ന ആളുകൾ, തിന്മകൾ വർദ്ധിക്കുകയും കൂടുകയും ചെയ്താൽ ആളുകൾ പറയും, അതിനെ സപ്പോർട്ട് ചെയ്യും. അതിന് അത്തരം ആളുകൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരും. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീടുകളിൽ അതൊക്കെ ഈ നമ്മുടെ സമീപ ഭാവിയിൽ നമ്മൾ കണ്ടുവരാനുള്ളതാണ്. ഇങ്ങനെ പോയാൽ സഹോദരങ്ങളെ, ഇനി വരാനിരിക്കുന്ന സമീപ ഭാവിയിൽ അമ്മയെ ഭോഗിക്കുന്നവൻ, പെങ്ങന്മാരെ ഭോഗിക്കുന്നവൻ, ശിശുരതി, മൃഗരതി, ശവരതി, ഇങ്ങനെയുള്ള ലൈംഗികമായ വൈകൃതങ്ങൾക്ക് വേണ്ടി കുടപിടിക്കുന്ന മാപ്പിളമാരെയും നമ്മുടെ സമൂഹത്തിൽ ഇനി കാണാൻ കഴിഞ്ഞേക്കാം. ഇവരെ പറയുന്ന ന്യായം എന്താണ്? എനിക്ക് എൻ്റെ അതേ ജെൻഡറിലുള്ള ഒരാളോട് എനിക്ക് ഇഷ്ടം തോന്നിയാൽ അവന്റെ കൂടെ കഴിയുന്നതിന് എന്ത് തെറ്റാണുള്ളത് എന്ന് ന്യായം പറയുന്ന ആളുകൾ, എനിക്ക് എൻ്റെ പെങ്ങളോടാണ് ലൈംഗികമായി വികാരം തോന്നുന്നതെങ്കിൽ അയാൾ അത് ന്യായം പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കേണ്ടി വരും. ഒരു മൃഗത്തോടാണ് എനിക്ക് തോന്നുന്നതെങ്കിൽ അതിനെ ന്യായീകരിക്കേണ്ടി വരും. ശിശുവിനോടാണ് തോന്നുന്നതെങ്കിൽ ആ തോന്നലിനെ ന്യായീകരിക്കേണ്ടി വരും. മൃഗത്തോടും ശവത്തോടും എന്തിനോടെല്ലാം തോന്നുന്നുണ്ടോ അതിനെല്ലാം പിന്നീട് ന്യായീകരിക്കേണ്ടി വരും. അതിനാ തോന്നലുകളെയാണ് ചികിത്സിക്കേണ്ടത്, അല്ലാതെ അതിനെ ന്യായീകരിച്ച് നടക്കുക എന്നതെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു പറഞ്ഞു, തിന്മകൾ കണ്ടാൽ നിങ്ങൾ കൈകൊണ്ട് തടയണം,
അതിനും നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ നാവ് കൊണ്ട് നിങ്ങൾ തടയണം. അതിനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അതിനെ മനസ്സുകൊണ്ടെങ്കിലും നിങ്ങൾ അതിനെ വെറുക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ് എന്നാണ്. തിന്മയെ ഹൃദയം കൊണ്ടെങ്കിലും വെറുക്കാത്തവൻ വിശ്വാസിയല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. തിന്മയെ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കാതിരിക്കുന്ന അവസ്ഥ ഒരു വിശ്വാസിയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. തിന്മ നിർത്തലാക്കാൻ ഒന്നും ചെയ്യാതിരിക്കുകയും തിന്മ ചെയ്യുന്നവരെ തടയാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അതുപോലെ നന്മ ഉപദേശിക്കാതിരിക്കുകയും തിന്മകളെ തള്ളി പറയാതിരിക്കുകയും അള്ളാഹുവിന് വേണ്ടി ദേഷ്യപ്പെടാതിരിക്കുകയും ചെയ്യുക എന്നത്, ഇതൊക്കെ ഒരു വിശ്വാസി എന്ന നിലക്ക് ദൗർബല്യത്തിന്റെയും ഹൃദയ കാഠിന്യത്തിന്റെയും ഒക്കെ പ്രകടമായ ലക്ഷണങ്ങളായിട്ടാണ് പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുള്ളത്. തിന്മയെ നമ്മൾ കണ്ടാൽ ഒരു പ്രശ്നമില്ല, നമുക്ക് മനസ്സിലൊരു വേദന പോലുമില്ല. അങ്ങനെയാണ് എങ്കിൽ അവ ഈമാനിന്റെ ദൗർബല്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, സ്വർഗരതിക്കെതിരെയുള്ള ശബ്ദം അത് നേർത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൊതുബോധത്തെ വരക്കാതെ ദുർപ്രവർത്തികൾക്കെതിരെ ശബ്ദിച്ചാൽ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ ആളുകളിൽ നിന്ന് നമ്മളും ഒറ്റപ്പെട്ടേക്കാം. പക്ഷേ ലോകരക്ഷിതാവായ അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന ചിന്ത നമുക്കുണ്ടാകണം. ലോകം മുഴുവൻ അറിവിന്തിരിപ്പന്മാരാണ് എന്ന് പറഞ്ഞാലും, 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരാണ് എന്ന് പറഞ്ഞാലും, വിവരമില്ലാത്തവനും ലോകം തിരിയാത്തവനുമാണ് എന്ന് പറഞ്ഞാലും, ലോകം മുഴുവനും അത്തരം വാദങ്ങളുമായി നമുക്കെതിരെ ഒന്നിച്ചാലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, സാധിക്കുകയില്ല എന്ന ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് ഇത്തരം മ്ലേച്ഛമായ പ്രവർത്തനങ്ങളെ മഹത്വവൽക്കരിക്കുന്നവരോട് നമുക്കും അതേ പറയാനുള്ളൂ. 4000 വർഷങ്ങൾക്ക് മുമ്പ് മഹാപ്രവാചകൻ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ അതേ വാക്ക് നമ്മൾ ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഖാല ഇന്നി ബിഅമലികും മിനൽ സാലിഹീൻ. പറഞ്ഞു, നിശ്ചയമായും ഞാൻ നിങ്ങളുടെ ഈ പ്രവൃത്തിയോട്, സ്വർഗരതിയോട് കഠിനമായി വെറുക്കുന്നവരിൽപ്പെട്ടവരാണ്. നമ്മൾ പറഞ്ഞേക്കുക, അത്തരം LGBTQ+ എന്ന് പറയുന്ന അത്തരം തോന്നിവാസങ്ങൾ, ലെസ്ബിയനിസം, ആണും പെണ്ണും കല്യാണം കഴിക്കുന്ന അത്തരം വൃത്തികേടുകളോട് നമ്മൾ പറഞ്ഞേക്കുക, ഇത്തരം തോന്നിവാസികളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുകയില്ല. അവരെ കഠിനമായി ഞങ്ങൾ അത്തരം വൃത്തികേടുകളെ ഞങ്ങൾ വെറുക്കുന്നവരുടെ കൂട്ടത്തിലാണ് എന്ന് നമ്മൾ പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വൃത്തികേടുകളിൽ നിന്ന് നമ്മെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള സമൂഹത്തിലേക്ക് അല്ലാഹുവിന്റെ ശിക്ഷകൾ വരുന്ന, അദാബുകൾ വരുന്ന ആ ഭയാനകമായ സംഭവങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും, അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തിന്മകളും ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഭയാനകമായ നരകത്തിലേക്ക് പോകുന്ന എല്ലാ തിന്മകളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. നാളെ ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകൾ നരകത്തിലേക്കും പോകുമ്പോൾ ഹതഭാഗ്യവാന്മാരായി നരകത്തിലേക്ക് പോകുന്നവരിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. സൗഭാഗ്യവാന്മാരായി സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ